ബിസ്പോക്ക് സ്റ്റോറീസ്. നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു വെതറൊക്കെ ഉണ്ട്. ഇപ്പം സമയം ഏകദേശം 7:30 ആയിട്ടുണ്ട്. നല്ല തണുപ്പുണ്ട്. അപ്പോൾ നമ്മളിന്നിപ്പോൾ ഒരു ഏർലി മോർണിംഗ് റൈഡ്, അത്ര ഏർലി മോർണിംഗ് ഒന്നുമല്ല എങ്കിലും നമ്മളൊരു ചെറിയ റൈഡ് പോകാനായിട്ട് ഉദ്ദേശിക്കുന്നു. നമ്മളിന്ന് പോകാൻ ഉദ്ദേശിക്കുന്നത് വിൻസർ ടൗൺ ആണ്. വിൻസർ കാസിലൊക്കെ സ്ഥിതി ചെയ്യുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു ചെറിയ ടൗണാണ് വിൻസർ ടൗൺ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പോയിട്ട് തിരിച്ചു വരാം. ഓക്കെ, അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. മുൻ വീഡിയോകളിൽ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടുകളും ഈ വീഡിയോയിലും നിങ്ങൾ തരിക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടെ നമ്മളെ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇന്നിപ്പോൾ ഒരു ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ റോഡിൽ അങ്ങനെ വലിയ തിരക്കോ ബഹളങ്ങളോ ഒന്നും കാണുന്നില്ല. സൂര്യൻ പതുക്കെ ഉദിച്ച് വരുന്നു. നമ്മുടെ ഇവിടുത്തെ സമ്മറൊക്കെ ഏകദേശം കഴിയാറായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൂര്യൻ ഒരു അല്പം വൈകിട്ടാണ് ഇപ്പോൾ ഉദിക്കുന്നത്. മറ്റേ ഈ ഒരു സമയമാകുമ്പോൾ നല്ല വെയിലും വെട്ടവും അത്യാവശ്യം നല്ല ചൂടൊക്കെ ഉണ്ടാകുന്നൊരു സമയമാണ് ഈ ഒരു 7:30 മണി സമയം എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ നമ്മൾ റൈഡ് ചെയ്ത് പോകുന്നത് വിൻസർ ടൗണിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ്. ഈ വിൻസർ ടൗൺ എന്ന് പറയുന്നത് തന്നെ വർഷങ്ങളല്ല നൂറ്റാണ്ടുകളായിട്ടുള്ള ബ്രിട്ടീഷ് രാജകുടുംബത്തിൻ്റെ ചരിത്രം പറയുന്ന ഒരു ചെറിയ ടൗണാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് തന്നെ ഇവിടെ സ്ഥിതി ചെയ്യുന്ന വിൻസർ കാസിലാണ്. വിൻസർ കാസിൽ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് രാജകുടുംബത്തിൻ്റെ വൺ ഓഫ് ദ ഒഫീഷ്യൽ റെസിഡൻസ് എന്നാണ് പറയപ്പെടുന്നത്. അതായത് അവർക്കുള്ള ഒരുപാട് ഔദ്യോഗിക വസതികളിൽ ഒരെണ്ണമാണ് വിൻസർ കാസിൽ എന്ന് പറയുന്നത്. വിൻസർ കാസിൽ ഒരു കൊട്ടാരമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ സാധിക്കില്ല. അതൊരു കൊട്ടാരമല്ല, അതൊരു കാസിലാണ്. അതായത് അതിനകത്ത് കോട്ടകളും ചാപ്പലുകളും സ്റ്റേറ്റ് അപ്പാർട്ട്മെൻറ്റുകളും കൊട്ടാരങ്ങളും പിന്നെ അതിനോടനുബന്ധിച്ചുള്ള മറ്റ് സജ്ജീകരണങ്ങളൊക്കെ അടങ്ങുന്ന ഒരു കോംപ്ലക്സ് ആണ് വിൻസർ കാസിൽ എന്ന് പറയുന്നത്. ഏകദേശം 13 ഏക്കറോളം സ്ഥലത്താണ് അത് വ്യാപിച്ച് കിടക്കുന്നത്. അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമ്മൾ അവിടെ എത്തുമ്പോൾ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് പറഞ്ഞു തരാം. ഓക്കെ, അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് മനോഹരമായിട്ടുള്ള കാഴ്ചകളുണ്ട്. മിസ് ചെയ്യരുത്, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. അതുപോലെ തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂടെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ ഏകദേശം അരമണിക്കൂറോളം സൈക്കിൾ ചവിട്ടി നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിതാ മനോഹരമായ വിൻസർ ടൗണിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഈ വലതുവശത്ത് കാണുന്നത് തേംസ് നദി തന്നെയാണ്. നമ്മൾ ബോൾട്ടേഴ്സ് ലോക്കിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ കണ്ട അതേ നദി തന്നെയാണ് ഈ ഒരു വിൻസർ പ്രദേശത്തുകൂടെയും ഒഴുകുന്നത്. ഈ വിൻസർ കാസിലിൻ്റെയും വിൻസർ പ്രദേശത്തിൻ്റെയൊക്കെ ചരിത്രം ആരംഭിക്കുന്നതെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏകദേശം 11-ാം നൂറ്റാണ്ട് മുതലുള്ള ചരിത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്.
11-ാം നൂറ്റാണ്ടിൽ വില്യം ദ കോൺക്വറർ എന്ന് പറയുന്ന ഒരാൾ ഇവിടെ വരികയും ഇന്ന് നമ്മൾ കാണുന്ന വിൻസർ കാസിലിൻ്റെ ആദ്യ രൂപം ഇവിടെ കൺസ്ട്രക്റ്റ് ചെയ്തപ്പോൾ മുതലുള്ള ചരിത്രമാണ് വിൻസറിൻ്റെ ചരിത്രമായിട്ട് നമ്മൾ കരുതപ്പെടുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്ന പല കാര്യങ്ങളും നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഇവിടെ ഉണ്ടായിരുന്നതാണ്. അത് തെരുവുകളായാലും പല കെട്ടിടങ്ങളായാലും നമ്മൾ കാണാൻ പോകുന്ന വിൻസർ കാസിലായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഇവിടെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ നമ്മൾ കാണുന്നത് വിൻസർ ബ്രിഡ്ജാണ്. ഇതിനകത്തേക്ക് വാഹനങ്ങൾക്ക് പ്രവേശനമില്ല, കാൽനട യാത്രക്കാർക്കും സൈക്കിളുകൾക്കും മാത്രമുള്ളൊരു ബ്രിഡ്ജാണിത്. അപ്പോൾ ഈ ബ്രിഡ്ജിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് വിൻസർ കാസിലിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും, ആ ടവറുകളൊക്കെ കാണാൻ സാധിക്കും. അപ്പം വൈകുന്നേരങ്ങളിലൊക്കെ വന്ന് കുറച്ച് നേരം കാറ്റ് കൊള്ളാനൊക്കെ ആൾക്കാർ ഇരിക്കുന്ന ഒരു ബ്രിഡ്ജാണ് ഈ ഒരു വിൻസർ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഇന്നൊരു ഞായറാഴ്ച ആയതുകൊണ്ടും നമ്മൾ ഇറങ്ങിയത് കുറച്ച് നേരത്തെ ആയതുകൊണ്ടും റോഡിൽ വാഹനങ്ങളുടെ തിരക്ക് വളരെ കുറവാണ്. എന്നാലും കുറച്ച് കടകളൊക്കെ ഓൾറെഡി ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുമ്പിൽ വിൻസർ കാസിലിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഈ വിൻസർ കാസിൽ ഉൾപ്പെടുന്ന ഈ ഒരു പ്രദേശം സ്ഥിതി ചെയ്യുന്നത് ഒരു കാസിൽ ഹിൽ എന്ന് പറയുന്നൊരു ചെറിയ കുന്നിൻ്റെ മുകളിലാണ്. അപ്പോൾ നമുക്ക് അറിയാം, നമ്മളിപ്പം കയറ്റം കയറി പോവാണ്. അപ്പോൾ ഇങ്ങനെ കയറി പോകുമ്പോൾ ഇടതുവശത്തുള്ള ഭാഗമൊക്കെ കാസിൽ ഗ്രൗണ്ടിൻ്റെ അല്ലെങ്കിൽ കാസിൽ ഹിൽ എന്ന് പറയുന്ന ആ ഒരു വലിയ ഭൂഭാഗത്തിൻ്റെ പ്രദേശങ്ങളായിട്ട് വരും. വലതുഭാഗത്ത് കുറേ കടകളും പുതിയ കാലത്തെ കുറേ പരിഷ്കാരങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ബിൽഡിങ്ങുകൾ പലതും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ തന്നെ ഉണ്ടായിരുന്ന ബിൽഡിങ്ങുകളാണ്. അപ്പം വളരെ മനോഹരമായിട്ടാണ് സർക്കാർ ഇതൊക്കെ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്. അപ്പം ഇതൊരു ചരിത്ര നഗരത്തിൽ കൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് എന്നൊരു സഞ്ചാരിക്ക് ബോധ്യമാകുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഒരു പരിപാലനവും മുമ്പോട്ട് കൊണ്ടുവന്നത്. ഇങ്ങനെ ചരിത്രത്തെ ഇങ്ങനെ തൊട്ടറിഞ്ഞുള്ളൊരു യാത്ര എന്ന് പറയുന്നത് ഭയങ്കര ഒരു അനുഭവം തന്നെയാണ്. നമ്മളങ്ങനെ വിൻസർ ടൗണിൻ്റെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് പതുക്കെ റൈഡ് ചെയ്യുകയാണ്. നമ്മൾ ഈ റൈഡ് ചെയ്തു പോയി പല വീഡിയോസും ക്യാപ്ചർ ചെയ്യുന്നതുകൊണ്ട് കുറേയധികം ലിമിറ്റേഷൻസ് ഉണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത് നമുക്ക് റൈഡ് ചെയ്ത് ചെന്ന് കവർ ചെയ്യാൻ പറ്റുന്ന ലൊക്കേഷൻസാണ് മെയിനായിട്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത ലൊക്കേഷൻസിലേക്ക് നമുക്ക് ആക്സസ് ഇല്ലാത്തതുകൊണ്ട് അത് വളരെ ബുദ്ധിമുട്ട് നേരിടുന്നൊരു ഏരിയയാണ്. സ്പോക്ക് സ്റ്റോറീസ് എന്ന നമ്മുടെ ഈ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മെയിനായിട്ടും സൈക്ലിംഗ് വ്ളോഗുകളാണ്. അതായത് സൈക്കിൾ ചെയ്ത് ചെന്ന് പോയി കാണാൻ പറ്റുന്ന ലൊക്കേഷനുകളും കവർ ചെയ്യാൻ പറ്റുന്ന കാഴ്ചകളുമാണ് നമ്മൾ മെയിനായിട്ട് നമ്മുടെ കാഴ്ചക്കാരുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ സൈക്കിളിൽ ചെന്ന് കവർ ചെയ്യാൻ പറ്റാത്ത ലൊക്കേഷനുകൾ അല്ലെങ്കിൽ സൈക്കിളിന് ആക്സസ് ഇല്ലാത്ത ലൊക്കേഷനുകളിൽ പോയി നമുക്ക് വീഡിയോ പകർത്തുക എന്ന് പറയുന്നത് കുറച്ച് റിസ്ക്കി ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം പല ലൊക്കേഷനുകളിലും സൈക്കിൾ സേഫായിട്ട് സ്റ്റോർ ചെയ്യാനുള്ള ഫെസിലിറ്റി ഇല്ല എന്നുള്ളത് തന്നെയാണ് കാരണം. നമുക്ക് കാറോ അല്ലെങ്കിൽ മറ്റു വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്ത് പോകുന്നത് പോലെ സൈക്കിൾ പാർക്ക് ചെയ്തിട്ട് പോകാൻ പറ്റില്ല.
കാരണം ഇവിടെ ഏറ്റവും കൂടുതൽ, പ്രത്യേകിച്ച് UK ഏറ്റവും കൂടുതൽ മോഷ്ടിക്കപ്പെടുന്ന ഒരു വസ്തുക്കളിലൊന്ന് സൈക്കിളാണ്. അതിപ്പോൾ നമ്മൾ ലോക്ക് ചെയ്ത് വെച്ചാൽ പോലും, അപ്പോൾ നമ്മൾ വന്ന വഴിക്ക് തന്നെ പല സൈക്കിൾ ലോക്ക് ചെയ്ത് വെക്കുന്ന റെയിൽസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ അവിടെയൊക്കെ സൈക്കിൾ ലോക്ക് ചെയ്ത് വെച്ചിട്ട് പോയാലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കണ്ണ് തെറ്റിയാൽ ഈ മോഷ്ടിക്കുന്നവർ അത് ലോക്ക് പൊട്ടിച്ചെടുത്തുകൊണ്ട് പോകും. പിന്നെ ലോക്ക് പൊട്ടിക്കണം എന്ന് തന്നെ നിർബന്ധമൊന്നുമില്ല. കാരണം ഈ കൊണ്ടുപോകുന്നവർക്ക് ഇത് മുഴുവനായിട്ട് വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അവർക്കിതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം കിട്ടിയാലും മതി. ചിലപ്പം ബെല്ലായിരിക്കും, ചിലപ്പോൾ ഹാൻഡിലായിരിക്കും, ചിലപ്പോൾ അതിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന എന്തെങ്കിലും ഒരു ആക്സസറി ആയിരിക്കും. അങ്ങനെ എന്ത് കിട്ടിയാലും കൊണ്ടുപോകുന്നൊരവസ്ഥയാണ് ഇവിടെ ഉള്ളത്. പലപ്പോഴും പട്ടാപ്പകൽ അല്ലെങ്കിൽ സൈക്കിളിൻ്റെ ഉടമസ്ഥൻ നോക്കി നിൽക്കുമ്പോൾ തന്നെ ആയിരിക്കും ഇവർ സൈക്കിൾ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നത്. പക്ഷേ പലപ്പോഴും അവരുടെ ബോഡി ലാംഗ്വേജൊക്കെ കാണുമ്പം അവരെ എതിർക്കാൻ പോലും ഉള്ളൊരു ധൈര്യം പലർക്കും വരാറില്ല എന്നുള്ളതാണ് സത്യം. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മുടെ ഈ പറഞ്ഞ ലിമിറ്റേഷനുകൾക്കെല്ലാം ഉള്ളിൽ നിന്നുകൊണ്ട് മാക്സിമം വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കും. വെറൈറ്റി ആയിട്ടുള്ള എപ്പിസോഡുകൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ മാക്സിമം ശ്രമിക്കുന്നതായിരിക്കും. അപ്പം എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ. ലിമിറ്റേഷൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നിപ്പം വിൻസർ കാസിലിനുള്ളിൽ കയറി ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. അതുകൊണ്ട് നമുക്ക് പുറത്തുനിന്നുള്ള മാക്സിമം വിഷ്വൽസ് എടുക്കാം. പിന്നെ ടൗണിൻ്റെ മറ്റ് മനോഹരമായ കാഴ്ചകളിലേക്കും കൂടെ പോകാം. വിൻസർ കാസിലിനുള്ളിലുള്ള വീഡിയോ അതിൽ എത്രമാത്രം ക്യാമറ അലൗഡ് ആണെന്നുള്ള കാര്യം എനിക്കറിയില്ല. എങ്കിലും കുറച്ച് ഭാഗങ്ങളിലൊക്കെ ക്യാമറ അലൗഡ് ആണെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ അങ്ങനെ അലൗഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു രീതിയിൽ മറ്റൊരു ദിവസം വന്ന് കാറിലോ അല്ലെങ്കിൽ ട്രെയിനിലോ മറ്റോ വന്ന് അതിൻ്റെ ഉള്ളിലുള്ള കുറച്ച് വീഡിയോസും കൂടെ നമുക്ക് കവർ ചെയ്ത് നിങ്ങൾക്കൊരു ഫുൾ വ്ലോഗായിട്ട് മറ്റൊരു എപ്പിസോഡായിട്ട് ഞാനത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കാണിക്കാം. പതിനൊന്നാം നൂറ്റാണ്ടിൽ വില്യം ദ കോൺക്വറർ എന്ന് പറയുന്നൊരു ഭരണാധികാരിയാണ് വിൻസർ കാസിലിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചത്. അന്ന് പക്ഷേ ഈ കാണുന്ന രൂപത്തിലൊന്നും ആയിരുന്നില്ല. പിന്നീട് തുടർന്നുണ്ടായ വർഷങ്ങളിലെ അല്ലെങ്കിൽ നൂറ്റാണ്ടുകളായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് നമ്മൾ ഇന്നിപ്പോൾ കാണുന്ന രൂപത്തിലുള്ളൊരു വിൻസർ കാസിൽ ഇവിടെ ഉയർന്നു വന്നത്. ഏകദേശം 13 ഏക്കറിലായിട്ടാണ് ഈ പറയുന്ന വിൻസർ കാസിൽ എന്ന അതിവിശാലമായിട്ടുള്ളൊരു കോംപ്ലക്സ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതിനുള്ളിൽ തന്നെ പല പല ഭാഗങ്ങളായിട്ട് ഇതിനെ തിരിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമ്മൾ വിൻസർ കാസിലിനുള്ളിൽ പോയി ഒരു വീഡിയോ ചെയ്യാനായിട്ട് നമുക്ക് ചാൻസ് കിട്ടുമ്പോൾ അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇപ്പം സമയം ഏകദേശം 9 മണി കഴിഞ്ഞതേ ഉള്ളൂ. പക്ഷേ വിൻസർ കാസിൽ കാണാൻ വരുന്നവരുടെ വലിയൊരു ജനക്കൂട്ടം തന്നെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അത് ഫാമിലി ആയിട്ടും ഇൻഡിവിജ്വലായിട്ടും ഗ്രൂപ്പ് ഓർഗനൈസ്ഡ് ടൂറുകളായിട്ടും ഒക്കെ വന്നിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഇവിടെ കൂടി നിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞിരുന്നല്ലോ ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പം ഹോളിഡേ ആയതുകൊണ്ടും അതുതന്നെയല്ല ഇവിടെ സ്കൂൾ തുറക്കുന്നതിന് മുമ്പായിട്ടുള്ള ലാസ്റ്റ് സൺഡേ ആണിന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫാമിലികൾ ഒരുപാട് കുട്ടികളുമായിട്ടൊക്കെ വിൻസർ കാസിൽ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. നമുക്ക് കാണാൻ പറ്റും ഗ്രൂപ്പായിട്ട് ആൾക്കാരിങ്ങനെ പോവുകയാണ്. അപ്പം ഓൺലൈനൊക്കെ ആയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ ഒരുപാട് സമയം ക്യൂ നിന്നെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് അകത്തേക്ക് എൻട്രി കിട്ടുള്ളൂ. ഇനി ടിക്കറ്റ് കിട്ടിയാൽ തന്നെ അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് നല്ല നീണ്ടൊരു ക്യൂ തന്നെ ഇവിടെ ഉണ്ടാവും.
ഇന്നിപ്പോൾ അകത്ത് കയറി ഒരു വീഡിയോ നമുക്ക് ഷൂട്ട് ചെയ്യേണ്ടെന്ന് തീരുമാനിക്കാനുണ്ടായ മറ്റൊരു കാരണം ഇതുകൊണ്ട് തന്നെയാണ്, തിരക്ക് ആയതുകൊണ്ടും കൂടെയാണ്. പിന്നെ വിൻസർ കാസിൽ കാണാൻ വരുന്നവർക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെയുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞ പോലുള്ള സൈക്കിൾ പാർക്ക് ചെയ്യുന്നൊരു ഫെസിലിറ്റിയാണ് നമ്മൾ ഈ ഇടതുവശത്ത് കാണുന്നത്. അവിടെ സൈക്കിൾ 1-2 എണ്ണം പാർക്ക് ചെയ്തിട്ടുണ്ട്. തിരിച്ചു വരുമ്പോൾ എത്ര സൈക്കിൾ ഉണ്ടാകുന്നോ അല്ലെങ്കിൽ എത്ര സൈക്കിളിന് സ്പെയർ പാർട്സുകൾ ഉണ്ടാകുന്നോ ഒന്നും നമുക്കൊരു ഉറപ്പും പറയാൻ പറ്റില്ല. നമുക്കിപ്പോൾ തൽക്കാലം നമുക്കങ്ങനെ റിസ്ക് എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ടാണ് നമ്മൾ വിൻസർ കാസിലിനുള്ളിൽ കയറി ഷൂട്ട് ചെയ്യാതെ പോകുന്നത്. നൂറ്റാണ്ടുകളായുള്ള രാജവാഴ്ചയുടെ ചരിത്രം അവകാശപ്പെടുന്ന ഈയൊരു വിൻസർ എന്ന ചെറിയ സ്ഥലത്തിന് ഈ ബ്രിട്ടീഷുകാരുടെ മനസ്സിൽ ഒരു റോയൽ സ്ഥാനമാണ് കേട്ടോ എപ്പോഴും ഉള്ളത്. ഈ കാസിലും ഈ ടൗണും ഒക്കെ ഉൾപ്പെടുന്ന പ്രദേശത്തിന് ദ റോയൽ ബറോ ഓഫ് വിൻസർ ആൻഡ് മെയ്ഡൻഹെഡ് എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പം ഇതിവിടെയുള്ള എല്ലാ കാര്യത്തിനും ഒരു രാജകീയ കല നമുക്ക് കാണാൻ സാധിക്കും. അവർ അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ തന്നെ ഒരു പ്രത്യേക സൗന്ദര്യമുണ്ട്. എപ്പോഴും നല്ല ബ്യൂട്ടിഫിക്കേഷനൊക്കെ ചെയ്ത് ആ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ആയതുകൊണ്ട് തന്നെയും പിന്നെ അവരുടെ ആ ഒരു റോയൽ ഹെറിറ്റേജ് അവർ മാക്സിമം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് അതിനകത്തൊരു സത്യം. അപ്പോൾ വിൻസർ കാസിലിൻ്റെയും വിൻസർ ടൗണിൻ്റെയൊക്കെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. യാത്രയെ സ്നേഹിക്കുന്ന, സൈക്ലിങ്ങിനെ സ്നേഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ സ്പോക്ക് സ്റ്റോറീസിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇതിലും കൂടുതൽ കണ്ടൻറ്റുള്ള വീഡിയോകളുമായിട്ട് വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് മുമ്പിലേക്ക് എനിക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. അപ്പം അതുവരെ ദിസ് ഈസ് സ്പോക്ക് സ്റ്റോറീസ് സൈനിങ് ഓഫ്. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. ഗുഡ് ബൈ.